വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ തിരുവി വെച്ച തേങ്ങയെല്ലാം അവിയലിനും അതുപോലെ തന്നെ പച്ചടിക്കൊക്കെ അരയ്ക്കുന്നുണ്ട്. കൂട്ടത്തിൽ പരിപ്പ് കറിക്കുള്ള അരപ്പ് കൂടി അരയ്ക്കുന്നുണ്ടേ. അരപ്പെല്ലാം അരച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പായസം വേവിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ ആവിയെല്ലാം പോയിട്ടിരിക്കുമായിരുന്നു കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളിലെല്ലാം വെന്ത് കഴിഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാമ്പാറിനോട്ട് ആവശ്യമുള്ള അത് ഇറക്കി വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളി, അതുപോലെ തന്നെ അതിൻ്റെ സാമ്പാർ പൊടി ഞാൻ ബ്രാഹ്മിൻസിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് അതെല്ലാം ചേർത്ത് പിന്നെ ഇത്തിരി കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടി തിളപ്പിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ കേട്ടോ. ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പിന്നെ അവിയലിനും കൂടെ വേവിച്ചു കേട്ടോ. അവിയലിനും കൂടെ വേവിക്കാൻ വെച്ച് പിന്നെ അവിയലിൻ്റെ അരപ്പൊക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അതിൻ്റെ കൂടെ തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കേട്ടോ. അപ്പം ഇത്തിരി കൂടെ വേവാൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇത്തിരി കൂടെ വേവിക്കാൻ വെച്ചു കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അത് ഞാൻ മാറ്റി. അതിന് ഞാൻ പിന്നെ പരിപ്പ് കറിക്ക് രാവിലെ ആയിരുന്നു ഞാൻ വെച്ചത് കേട്ടോ. പിന്നെ പരിപ്പ് കറി തിളപ്പിച്ച് പിന്നെ ഓരോന്നായിട്ട് വേവിച്ച് വെച്ചാൽ ഓരോന്നും ഞാൻ ഓരോരോ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ആദ്യം തന്നെ സാമ്പാർ, പിന്നെ രണ്ടാമത് പച്ചടി, പരിപ്പ്, പിന്നെ പായസത്തിന് ഞാൻ പിന്നെ പായസം ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. പായസം എല്ലാം ഞാൻ ഓരോരോ പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. സാധാരണയായിട്ട് ഓണത്തിനായാലും ഉത്സവത്തിനായാലും നമ്മൾ തലേക്കുന്ന ദിവസം തന്നെ ഇഞ്ചി അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നതാണ്. പക്ഷേ ഇത്തവണ ഇത്തിരി നമ്മൾ മടി പിടിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ ഇഞ്ചിക്കറി വെക്കണമെന്നുള്ളത് ലാസ്റ്റത്തെ തീരുമാനമായിരുന്നു. ഇഞ്ചി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇഞ്ചി ആക്കി കേട്ടോ. പെട്ടെന്ന് ഇഞ്ചിക്കറിയെല്ലാം ആക്കി അങ്ങനെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി നമ്മളൊരു സദ്യ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിക്കാമായിരുന്നു കേട്ടോ. പിന്നെ നോൺ വെജ് ഒന്നുമില്ല, എല്ലാം വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പായസവും സാമ്പാറും ചോറൊക്കെ കൂട്ടി കഴിച്ച്. അപ്പോൾ ഇത്രയുള്ള ടാറ്റ ബൈ ബൈ. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ചെയ്യണം. അപ്പം ഓക്കെ, ടാറ്റ ബൈ ബൈ.